നിധിക്ക് നികേഷ് സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. നിധി പറയും നീയും കൂടെ കയറടാ, എന്നിട്ട് എനിക്ക് പറഞ്ഞതാ. നികേഷ് കയറിയിട്ട് പറയും സ്റ്റാർട്ടാക്കിയിട്ട് പതുക്കെ ആക്സിലേറ്റർ കൊടുത്താൽ മതി. നിധി നികേഷ് പറഞ്ഞതുപോലെ ഓടിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ സുധിയാകെ ടെൻഷനായിട്ട് ലേബർ റൂമിനടുത്ത് ഭർത്താവ് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ടിട്ട് അച്ഛന് ചിരി വരും. അച്ഛൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ സുധി അച്ഛനോട് ചൂടാവും. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വെച്ച് സിഗരറ്റ് വലിക്കരുതെന്ന്? അത് വലിക്കുന്ന ആൾക്കാരേക്കാൾ കൂടുതൽ ബാധിക്കുക അത് ശ്വസിക്കുന്നവർക്കാ. അച്ഛൻ പറയും വലിക്കരുതെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, പൊതുസ്ഥലത്ത് വെച്ച് വലിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വെച്ചിട്ടേ എനിക്ക് വലിക്കാം. നീ നിധിക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. നീ കരുതി അത് പഠിപ്പിക്കുമ്പോൾ അവളുമായിട്ട് കുറച്ചുകൂടെ അടുക്കാന്ന്. അത് നടന്നില്ല. അതിൻ്റെ ദേഷ്യമല്ലേ നിനക്ക്? നീ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ അവളെ, എന്നിട്ട് അവളിപ്പോൾ നിൻ്റെ ഭാര്യയായിട്ടാണോ കഴിയുന്നത്? അല്ല, അവളിപ്പോൾ നിൻ്റെ അനിയത്തിയെപ്പോലെ. ഇത് കേട്ട് സുധീറിക്കും അനിയത്തിയെപ്പോലെ. അച്ഛൻ ചിരിക്കുമ്പോൾ സുധീർ ഇതേ മിണ്ടാതിരുന്നോണം കേട്ടോ, മനുഷ്യനെ ദേഷ്യം പിടിപ്പിച്ചാൽ എൻ്റെ കൺട്രോൾ പോവും. അച്ഛൻ പറയും അവളെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് അവളുടെ മൂത്ത ചേട്ടൻ, നീ രണ്ടാമത്തെ ചേട്ടൻ, ബാക്കി രണ്ടുപേരും അനിയന്മാർ, 4 ആമ്പിള്ളേർക്ക് കൂടി ഒരു പെങ്ങൾ, ഭാഗ്യം ചെയ്ത പെൺകുട്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധിക്ക് ദേഷ്യം വരും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ അവൾക്കൊരു ചെക്കനെ കണ്ടുപിടിക്കേണ്ടി വരും. സുധി അവിടുന്ന് കല്ലെടുത്ത് അച്ഛനടിക്കാൻ പോവാണ്. അച്ഛനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. സുധി ആ കല്ലെടുത്ത് പുറത്തേക്ക് കളയും. അച്ഛൻ പറയും നിൻ്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ അത്രയും സമാധാനത്തോടെ ഇരിക്കാമല്ലോ. ആ സ്നേഹം കൊണ്ട് പറഞ്ഞതാ. സുധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ കൂടെ ടെൻഷനാവും. സുധി വേഗം ഗ്രൗണ്ടിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് തന്നെ നികേഷും നിധിയും കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. സുധി വണ്ടി തടയുമ്പോൾ നികേഷ് ചോദിക്കും എന്താ സുധീഷേട്ടാ, അല്ലെങ്കിൽ അടുത്തേക്ക് പേടിയാണ്. സുധിക്ക് ഇങ്ങനെയാടാ വണ്ടി പഠിപ്പിക്കുന്നത്? വണ്ടി വിലയെന്ന് കണ്ടില്ലേ? നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാൻ പഠിപ്പിക്കാം. അത് ഞാനിപ്പോൾ എടുത്തിയോട് പറഞ്ഞതേ ഉള്ളൂ. നികേഷിനെ വരെ ഞാനാ പഠിപ്പിച്ചത്. നികേഷ് പറയും അത് ഞാൻ എടുത്തിയോട് പറഞ്ഞു. നികേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സുധി വണ്ടിയിൽ കയറുകയാണ്. എന്നിട്ട് നിധിയോട് പറയും ബ്രേക്ക് പിടിച്ചിട്ട് ആ സ്റ്റാർട്ട് ബട്ടൺ അമർത്ത്. സുധി നിധിയുടെ കയ്യിൽ പിടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. നിധിക്ക് അതൊരു അസ്വസ്ഥത പോലെ തോന്നും. സുധി പറയും ഇത് ബ്രേക്ക്. നിധി പറയും ഇതൊക്കെ നികേഷ് എനിക്ക് പഠിപ്പിച്ചു തന്നതാ. സുധി പറയും എന്നാൽ ഞാൻ സ്ലോയിൽ ഓടിക്കുന്നത് കാണിച്ചു തരാം. നിധി അത് കണ്ടൊന്ന് പഠിക്കുക. നിധിയോട് പിറകി കയറാനും പറയും. വണ്ടി ഓടിക്കുമ്പോൾ സുധി പറയും വേണമെങ്കിൽ എൻ്റെ തോളിൽ കൈ വെച്ചോ, ഇല്ലെങ്കിൽ വീഴും. നിർബന്ധിച്ച് സുധി നിധിയെ കൊണ്ട് തോളിൽ കൈ വെപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നികേഷിന് ചിരി വരും. നികേഷ് പറയും ഈ സുധീഷ് ചേട്ടൻ്റെ ഒരു കാര്യം. ഒരു 2 റൗണ്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് സുധീഷ് നിധിയോട് പറയും ഇനി ഒറ്റയ്ക്കൊന്ന് ഓടിക്ക്. നിധി പറയും എനിക്ക് പേടിയാ. സുധീഷ് പറയും ഞാനില്ല. നിധി വണ്ടിയിലേക്ക് കയറ്, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ നികേഷ് പറയും എൻ്റെ ഏട്ടാ ചെറിയ കുട്ടികളെ പഠിപ്പിക്കും പോലെ ആക്സിലേറ്റർ ബ്രേക്ക് എന്ന് പറയല്ലേ, ഏട്ടത്തിക്ക് റോഡിലൂടെ ഓടിക്കാൻ പേടിയാ. സുധി പറയും അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നിധി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാണ്. കുറച്ച് മുന്നോട്ട് എത്തിക്കഴിയുമ്പോൾ നികേഷ് പറയും എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. നിധി അങ്ങനെ മുന്നോട്ട് പോയി അവിടെ പോയിട്ട് വീഴുകയാണ്. ഇത് കണ്ട് അവർ ഓടിച്ചെല്ലും. നിധി പറയും ഇനി ഇയാൾ പഠിപ്പിക്കേണ്ട, ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. നികേഷ് പറയും അതെ ഏട്ടാ ആക്സിലേറ്റർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാ. സുധി പറയും ഞാൻ ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞിരുന്നടാ. നിധി പറയും ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, ഇനി ഞാനും നികേഷും പഠിച്ചോളാം, ഇയാൾ വരണ്ട. അവർ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ചോദിക്കും എന്തു പറ്റി? നിധി പറയും വണ്ടിയിൽ നിന്ന് വീണതാ. അച്ഛൻ പറയും അത് നന്നായി, പഠിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നത് നല്ലതാ, പോയിട്ട് വല്ല മരുന്ന് വെച്ച് കെട്ടിക്കോ. സുഭാഷിനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും എന്താടാ നീ ആക്രാന്തം കൊണ്ട് പഠിപ്പിച്ചിട്ടാണോ അവൾ വീണത്? സുധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ പറയും ആയിരിക്കും. നിധി അകത്തേക്ക് ചെല്ലുമ്പോൾ സുഭാഷ് ചോദിക്കും എന്തു പറ്റിയോ മോളെ? നികേഷ് പറയും ഈ സുധീഷ് ഏട്ടൻ എടുത്തിയെ തള്ളിയിട്ടു. സുധീഷ് പറയും ഞാൻ തള്ളിയിട്ടിട്ടൊന്നുമില്ല, നിധി തനിയെ പോയി വീണതാ. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷ് പറയും നീ എന്തിനാടാ അങ്ങോട്ട് പോയത്? നികേഷ് അവളെ നന്നായിട്ട് പഠിപ്പിക്കാനില്ലായിരുന്നു. ഇനി ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട മോളെ, ഒന്നെങ്കിൽ നികേഷ് പഠിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. സുധീഷ് ചോദിക്കും അതെന്താ ഞാൻ പഠിപ്പിച്ചാൽ പഠിക്കില്ലേ? നിധി പറയും ഇനി അതും പറഞ്ഞ് വഴക്കൂടണ്ട. സുഭാഷ് പറയും മോളെ കൈ ഒന്ന് കഴിക്കുക, ഞാനൊരു ഓയിൻമെൻറ്റ് എടുത്തു തരാം. സുധീഷ് പുറത്തു പോയിട്ട് അച്ഛൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ സുധീഷിൻ്റെ ഭാവം കണ്ടിട്ട് ചിരി വരും. അച്ഛൻ ആ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സുധീഷ് അച്ഛൻ്റെ അടുത്ത് പോയി പറയും മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് എന്നെ മൂട്ടിലിട്ട് കുത്തി ഇളക്കിയിട്ട് ഇപ്പം കിടന്ന് ചിരിക്കുന്നു. ഞാനവളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് അവൾ വീണു. ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് നിൻ്റെ ജീവിതമാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നല്ലേ. അതിന് നീ പോയിട്ട് വല്ല പൊട്ടത്തരവും കാണിച്ചിട്ട് എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? സുധി മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് പോകും. സുഭാഷ് നിധിയോട് പറയും മോളെ ഒന്ന് വിശ്രമിച്ചോ, വൈകുന്നേരം ആകുമ്പോഴേക്കും മുറിയൊക്കെ കരിഞ്ഞോളും. നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയും മോളെ ആ കഥകങ്ങ് അടച്ചേക്ക്. സുധി സുഭാഷിനെ പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും ഞാൻ അവളെ തള്ളിയിടുമെന്ന് ഏട്ടൻ തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ അവളൊരു ബോണ്ടിങ് ഇല്ലാതെ പോകുന്നത്. ഞാൻ അവളുടെ ഭർത്താവല്ലേ, എല്ലാ കാര്യത്തിനും അവൾക്ക് സുഭാഷ് ഏട്ടനും നികേഷും മതി. ഇന്നെനിക്ക് അതിൻ്റെ കാരണം മനസ്സിലായി. സുഭാഷ് ചോദിക്കും എന്ത് കാരണം? അവൾ നിങ്ങളെയൊക്കെ കാണുന്നത് പോലെ എന്നെയും ബ്രദറായിട്ടാണോ കാണുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്.
ഇത് കേട്ടിട്ട് സുഭാഷ് പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ട, സുഭാഷ് ഏട്ടൻ പോലും എന്നെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. സുഭാഷ് പറയും, അവളെ എന്നെയും നികേഷിനെയും ഹരീഷിനെയൊക്കെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നത്. നിന്നെ കാണുന്നത് അങ്ങനെയല്ല. സുധീഷ് പറയും, അത് ശരിയാ, എന്നെ അങ്ങനെ പോലും കാണുന്നില്ലെന്നേ. എടാ, അതൊരു തരത്തിൽ നല്ലതല്ലേ. ആദ്യം നീ അവൾക്കൊരു അപരിചിതനായിരുന്നു, ഇപ്പോൾ ഒരു ഫ്രണ്ടായി. ഭാവിയിൽ അതൊരു പാർട്ട്ണറിലേക്ക് വളരും. അങ്ങനെ ഓരോ കാര്യങ്ങൾ സുഭാഷ് പറഞ്ഞ് സുധിയെ മനസ്സിലാക്കുമ്പോൾ സുധിക്ക് ചെറിയൊരു സമാധാനം തോന്നും.